എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ ഒരു ചെറിയ വ്യത്യാസത്തോടു കൂടി നമുക്ക് ഈ ചാനൽ ആരംഭിക്കാം. എന്ന് പറഞ്ഞാൽ അസ്ട്രോളജിയുടെ ഒരു പുതിയ മുഖം നമുക്കറിയാം, ന്യൂമറോളജിയെ പറ്റി അറിയാം. എന്നാൽ എല്ലാ പ്രേക്ഷകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്കതിനെ ഒന്ന് ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെ മനസ്സിലാക്കി തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഗുരുക്കന്മാരാൽ തന്ന ഈ കല വളരെ രഹസ്യാത്മകമാണ്, എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതുമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിവിടെ തുടങ്ങുകയാണ്. ന്യൂമറോളജി പ്രകാരം നമുക്ക് ഓരോ ഗ്രഹത്തെയും ഓരോ പ്ലാനറ്റിനെയും നമുക്ക് വിശദീകരിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സൂര്യൻ എന്ന് പറയുന്ന ഒന്നാണ്, നമ്പർ 1. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്പർ 2 ആണ്. ഗുരു എന്ന് പറഞ്ഞാൽ നമ്പർ 3 ആണ്. 4 രാഹുവാണ്. 5 വന്നിട്ട് ബുധനാണ്. 6 ശുക്രനാണ്. 7 കേതുവാണ്. 8 ശനിയാണ്. 9 ചൊവ്വയാണ്. ഇതിൽ ചെറിയ ഒരു കൺഫ്യൂഷൻ എന്തെന്നാൽ, വെസ്റ്റേൺ അസ്ട്രോളജിയിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് പറയുന്നെങ്കിലും എല്ലാത്തിനും നമ്മുടെ ഉച്ചാരണ രീതികളാണ് വ്യത്യാസപ്പെടുന്നത്. അതായത് നമ്മുടെ പേരുകളൊക്കെ മാറ്റുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, പേരുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്, കമ്പനികളുടെ പേരുകൾ മാറ്റുന്നുണ്ട്. ഇതെല്ലാം ഈ ന്യൂമറോളജി പ്രകാരമാണ് മാറ്റുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ പ്രൊനൗൺസിയേഷൻ, ഇപ്പോൾ മന്ത്രങ്ങളൊക്കെ നമുക്കറിയില്ലേ, മന്ത്രങ്ങളുടെയൊക്കെ ശാസ്ത്രം എന്താണ്? കാരണം അത് പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ഒരു പർട്ടിക്കുലർ ഭാഷ, അത് ഏത് രീതിയായാലും ശരി, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും മറ്റ് ലാംഗ്വേജുകളായാലും ശരി, എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് ഒരു പ്രകമ്പനം, ഒരു ഫ്രീക്വൻസി ഉണ്ടാകുമെന്നും ആ ഫ്രീക്വൻസി ഈ യൂണിവേഴ്സിലുള്ള ചില എനർജികളെ വന്നിട്ട് വേക്കപ്പ് ചെയ്യുമെന്ന് നമുക്കറിയാം, അല്ലേ? അതാണ് അതിൻ്റെയൊക്കെ ശാസ്ത്ര തത്വം. അതേമാതിരി തന്നെയാണ് ഈ ന്യൂമറോളജി. ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മീൻസ് സൂര്യൻ ആണ്. പല പേരുകളും എയിൽ ആരംഭിക്കുന്ന പല പേരുകളും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. അതിലൊക്കെ തുടക്കം സൂര്യനിൽ നിന്ന് നമ്മുടെ ആചാര്യന്മാർ പറയും, 1 നിന്ന് ആരംഭിക്കുക, അല്ലെങ്കിൽ നിന്ന് ആരംഭിക്കുക, അല്ലെ നിന്ന് ആരംഭിക്കുക എന്നൊക്കെ പറയും. മലയാളത്തിൽ എന്ന് പറയും. ഇതൊക്കെ എന്തിനാണ്? അപ്പോൾ സൂര്യനിൽ നിന്ന് ആരംഭിക്കുന്നു. അപ്പോൾ ജാതകത്തിൽ സൂര്യൻ നല്ല മേടരാശിയിൽ അല്ലെങ്കിൽ ചിങ്ങരാശിയിലൊക്കെ നിൽക്കുന്ന സൂര്യൻ, അത് മറ്റ് ഭാഷകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതെന്ന് പറഞ്ഞാൽ മറ്റ് രാശികളുടെ കാര്യങ്ങൾ പറയുമ്പോഴും ഭാവസ്ഥിതിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സൂര്യന് ജാതകത്തിൽ ബലമുള്ളതാണ്, ആ ജാതകത്തിൽ സൂര്യൻ നല്ല പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, ബലമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയ ശേഷം അതിനനുസരിച്ച് ഓരോ വ്യക്തിക്ക് പേരിട്ടാൽ തീർച്ചയായിട്ടും ആ വ്യക്തി വന്നിട്ട് നല്ല ഡെവലപ്പ് ആകുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചെറിയ ദോഷങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് കാണാം. ഈ തത്വത്തെ ഞാനിന്ന് പൊതുവെ നമ്മൾ പറയാമല്ലോ, ഒരു ജാതകം നോക്കുമ്പോഴേ സുഹൃത്തുക്കളെ, ന്യൂമറോളജി മാത്രം നോക്കിയാലും ശരിയാകില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജാതകത്തിന് ഏകദേശം 7 ദോഷങ്ങളുണ്ട് സുഹൃത്തുക്കളെ. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ ആചാര്യന്മാരാൽ പറഞ്ഞപ്പെട്ടതാണ്, അവരാൽ വിവക്ഷിക്കപ്പെട്ടതാണിത്. അവർ വന്നിട്ട് വളരെ അഗാധമായി ചിന്തിച്ച് അവരിൽ നിന്ന്, അവരുടെ ആ മനസ്സിൽ നിന്നുണ്ടായ എന്താ പറയുക, ശക്തിയിൽ നിന്നാണ് അവർ ഈ മന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ. അതേമാതിരി തന്നെയാണ് ഈ ജ്യോതിഷവും ആദ്യം ഉണ്ടായത്. ജ്യോതിഷത്തിൽ അതിനെപ്പറ്റി അവർ ആലോചിച്ച് നമ്മൾ പല പുരാണങ്ങളിലും ജ്യോതിഷത്തെ പറ്റിയൊക്കെ നമുക്ക് കാണാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതനുസരിച്ച് ഒരു ജാതകത്തിൽ, അത് പ്രത്യേകിച്ച് വേദിക് അസ്ട്രോളജി നിങ്ങൾ എടുത്തോളൂ. വേദിക് അസ്ട്രോളജി എന്ന് പറയുന്നത് വളരെ പഴയ അസ്ട്രോളജിയാണ്. ആദ്യമായി അതാണ് ഡെവലപ്പായത്. പിന്നീടാണ് പരാശര മഹർഷിയും പലതരത്തിലുള്ള നല്ല നല്ല ആചാര്യന്മാരാൽ അത് പല രീതിയിൽ
ഡെവലപ്പ് ചെയ്തെടുത്തു. ഓരോരുത്തരും ഓരോ രീതിയെ കൊണ്ടൊന്ന് മുന്നോട്ടെടുത്തു. അപ്പോൾ ഈ വേദിക് അസ്ട്രോളജിയിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി കാണുന്നില്ല. അതെവിടെയോ മറഞ്ഞു പോയെന്ന് തന്നെ പറയാം. കുറച്ചൊക്കെ ഞങ്ങൾക്ക് ആചാര്യന്മാരാൽ കിട്ടിയ കുറച്ചൊക്കെ ആ കുറച്ചറിവുകൾ, ഞാൻ എല്ലാ അറിവെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ചറിവുകൾ വെച്ചിട്ട് ആ അറിവുകളെ വന്നിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ എന്താ പറയുന്നത്, ഞങ്ങളുടെ ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഞങ്ങളുടെ ആ ഒരു ചിന്തനയുടെ ഫലമായിട്ട് ഒരു കൂട്ടം ആൾക്കാരുടെ, ഒരു കൂട്ടം അസ്ട്രോളജേഴ്സിന് ഇൻട്രസ്റ്റ് ഉള്ള പലരും ചേർന്ന് അതിനെ മനസ്സിലാക്കുകയും അത് വീണ്ടും വീണ്ടും പല ആചാര്യന്മാരോട് ചോദിച്ച് കൺഫേം ചെയ്യുകയും പല ക്ലയൻസിന് കൊടുത്ത് പ്രയോജനപ്പെടുകയും ചെയ്ത ചില കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ വേദിക് അസ്ട്രോളജി എന്ന് പറയുമ്പം അതിൽ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലാക്കുക, ഒരു ജാതകം കയ്യിൽ കിട്ടിയ ആദ്യം ഞങ്ങൾ നോക്കുന്നത് എന്താണെന്നറിയോ? ആദ്യം അതിൻ്റെ ആരൂഢം ശരിയാക്കുക എന്നുള്ളതാണ്. ആരൂഢം ശരിയാക്കുന്നതെന്ന് വെച്ചാൽ ആരൂഢത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ഒന്ന്, ഏറ്റവും മെയിനായിട്ട് വരുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന അറിയാമോ? ഇപ്പം നമുക്കറിയാം, ഒരേ രാശിയിൽ പെടുന്ന രണ്ട് കുട്ടികൾക്ക് ഒരേ സമയത്ത് ഒരേ ഇടത്ത് ഉള്ള ട്വിൻസ് രണ്ടുപേര് ഒക്കെ ആ സാഹചര്യത്തിൽ പറഞ്ഞ രണ്ട് കുട്ടികളുടെ സ്വഭാവവും വ്യത്യാസം ഉണ്ടാകാം. അവരുടെ ഫ്യൂച്ചർ തന്നെ പലതരത്തിൽ, ഒരാൾ നന്നായിരിക്കും, ഒരാൾ വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതമായിരിക്കും നയിക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അസ്ട്രോളജി ആരും വിശ്വസിക്കാത്തത്. ശരിക്കും അതിന് കറക്റ്റായിട്ട് അസ്ട്രോളജേഴ്സിന് മറുപടി പറയാം, ആചാര്യന്മാർക്കും പറയാൻ പറ്റിയില്ലെങ്കിൽ വിശ്വസിക്കാനും പലർക്കും പ്രയാസം ഉണ്ടാവും അല്ലേ? അതായത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു വിശകലനം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു രാശി എടുത്തിട്ട് അതിനെ 9 നക്ഷത്രക്കാലുകളായിട്ട് എടുക്കും, ഡിവൈഡ് ചെയ്താണ് നമ്മൾ പറയുന്നത്. നവാംശം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇങ്ങനെ പോയാൽ തന്നെ നമുക്ക് അത് വന്നിട്ട് പോരാ. കാരണം ഓരോ ഡിഗ്രിക്കും വന്നിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓരോ ഡിഗ്രി ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് KP കൃഷ്ണമൂർത്തിയുടെ നക്ഷത്ര ജ്യോതിഷത്തെയാണ്. കാരണം നമ്മൾ ഓരോ അംശത്തെയും, അതായത് ഓരോ ഡിഗ്രിയെയും നമ്മൾ ഇത് മൂലം സബ്ലോഡുകളായിട്ട് നമ്മൾ വിഭജിക്കും. ഓരോ രാശിയെയും സബ്ലോഡുകളായിട്ട് നമ്മൾ വിഭജിക്കും. ഏകദേശം 21 മുതൽ 22 ഭാഗം, അതായത് നമ്മുടെ സാധാരണ അസ്ട്രോളജി പ്രകാരം 9 ഭാഗമായിട്ട് വിഭജിക്കുന്ന സ്ഥലത്ത് 22 ഭാഗമായിട്ട് അതിനെ വിഭജിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കൂടുതൽ മൈന്യൂട്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ ട്വിൻസിനൊക്കെ വരുമ്പം എന്തുകൊണ്ടാണ് ഒരു ജാതകം വ്യത്യാസം വരാമെന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം മേടൻ രാശി 1ാമത്തെ രാശിയാണല്ലോ. അതിൽ ആദ്യത്തെ ഈ ഡിഗ്രി എടുക്കാം. അതായത് 0 ഡിഗ്രി മുതൽ 30 ഡിഗ്രി ആണല്ലോ. നമ്മൾ 30 ആരില്ല എക്സാക്റ്റാണ്, പക്ഷെ 30 നമ്മൾ ഒരു ഇതെടുക്കുകയാണെന്ന് വെച്ചോളൂ. അതിൽ 0 ഡിഗ്രി മുതൽ 0.46 ഡിഗ്രി 0.46 ഡിഗ്രി വരെ മനസ്സിലാക്കണം. നമ്മൾ മറ്റേതിൽ വന്നിട്ട് 3 ഡിഗ്രി എടുക്കുന്നിടത്ത് നമ്മളിത് 0.46 ഡിഗ്രിയേ വരുന്നുള്ളൂ. ആ 0.46 ഡിഗ്രിയിലെ ചൊവ്വയുടെ നക്ഷത്രം, ഇപ്പോൾ ആദ്യത്തെ മേടമല്ലേ, അപ്പം ആദ്യത്തെ നക്ഷത്രം അശ്വതി അല്ലേ. അശ്വതി എന്ന് പറയുന്നതിൻ്റെ അശ്വതി നക്ഷത്രത്തിൻ്റെ ഗ്രഹം എന്താണ്? കേതുവാണ് അല്ലേ. അപ്പം കേതു അതായത് സബ്ലോഡാണ് കേതു, സ്റ്റാർ ലോഡാണ് കേതു, അതിൻ്റെ സബ്ലോഡാണ് വീണ്ടും കേതു. ആദ്യത്തെ ഒരു പാദം വെറും 0.46 പാദം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് പൊതുവേ കാണുന്ന ഒരു സാഹചര്യം ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു മെഡിക്കൽ സൈഡിൽ നിന്ന് നോക്കിയാൽ അവർക്ക് തലയിൽ ഒക്കെ അടിവിടാൻ ചാൻസ് ഉണ്ട്. അടിവിടുന്ന ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ബ്ലഡ് പ്രഷർ, തലയെ സംബന്ധിച്ച് തലയിലുള്ള പ്രഷർ ജാസ്തിയാകാൻ ചാൻസ് ഉണ്ട്. ഈ ഓർമ്മശക്തി കുറയാൻ ചാൻസ് ഉണ്ട്. പേടി, ഇങ്ങനെയുള്ള പേടി, അതുപോലെ എന്താ പറയുന്നത്, പാദത്തിൽ നമ്മൾ എടുക്കുന്ന രോഗങ്ങൾ, ഈ ഒരു പാദത്തിലുണ്ടാകാവുന്ന രോഗങ്ങൾ. അതുപോലെ അവർക്ക്
ഏത് ജോലിയിലേക്കാണ് അവർക്കത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഏത് സാധാരണമായിട്ട് മിലിറ്ററിയിലുണ്ടാകുന്ന ജോലി, മിലിറ്ററി, അവരുടെ മെഷീനറി സംബന്ധമായ ജോലികൾ, ഇതൊക്കെ ഇവർ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ നോക്കി വളരെ ചെറിയൊരു പോർഷൻ എടുത്താണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് KP അസ്ട്രോളജിയുടെ പ്രത്യേകത. ഈ രണ്ടാമത്തെ ഭാഗം ഞാൻ പറയാം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇതെങ്ങനെ ഡിവൈഡ് ചെയ്ത് ആരൂഢം എടുത്ത ശേഷം ഇതിൽ ഈ ഒരു ആരൂഢത്തിലെ നക്ഷത്ര പാദചാര, അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്റ്റാർ ലോഡ്സ് എന്ന് പറയത്തില്ലേ, സ്റ്റാർ ലോഡുകളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കും. ഓരോ ഗ്രഹവും ഏത് നക്ഷത്രത്തിൻ്റെ ഏത് പാദത്തിലാണ് നിൽക്കുന്നത് നോക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അശ്വതി 1 നിൽക്കുക. അശ്വതി 1 ഒരു ഗ്രഹം നിന്നാൽ ആ ഗ്രഹം കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ ദോഷത്തെയാണ്, ദേവതാശാപത്തെയാണ് കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് പരിഹാരം ചെയ്യണം. ദേവതാശാപം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ജാതകത്തിൽ പഞ്ചമഹാപുരുഷ യോഗമുണ്ട്, കേസരി യോഗമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉച്ചത്തിലാണ്, സൂപ്പറായിട്ടുണ്ടാവും. അടുത്ത ദശ വന്നിട്ട് ഉച്ചമാണ്, ആ ഗ്രഹം ഉച്ചസ്ഥിതിയിലാണ്. അടുത്ത ദശ വന്നാൽ നീ രക്ഷപ്പെട്ടു എന്ന് പറയും. തദൈവ നടക്കില്ല. എന്താ കാരണം? അങ്ങനെയാണെങ്കിൽ പറയുന്നതെല്ലാം നടക്കണ്ടേ? എന്താ നടക്കാത്തത്? നമ്മളതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതുപോലെ ഗോചരാവസ്ഥയിൽ ശനി 7-ൽ വരുന്നു, ശനി അഷ്ടമത്തിൽ വരുന്നു, ഉടനെ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും, ചിലർ കോടീശ്വരന്മാരാവും. ഇതൊക്കെ പറയുന്നുണ്ട്. എന്താ തെറ്റാണോ? തീർച്ചയായിട്ടും ശരിയാണ്. പിന്നെന്താ എന്തുകൊണ്ടാണ് നടക്കാത്തത്? അവിടെയാണ് ഈ ദോഷങ്ങളുടെ കാര്യം പറയുന്നത്, ഈ ഗണ്ഡാന്ത ദോഷങ്ങളുടെ കാര്യം പറയുന്നത്. അപ്പം അശ്വതി 1 ഗ്രഹം ഒരു ആരൂഢത്തിൽ ഏതെങ്കിലും ഗ്രഹമെന്ന് വെച്ചോ, ലഗ്നമായിട്ട് ശരി, മറ്റ് 9 പ്ലാനറ്റ് ഏതെങ്കിലും ഒന്ന് വന്നാലേ അത് ദേവതാശാപത്തെ കാണിക്കും. അതായത് ആ പ്ലാനറ്റിന് സംബന്ധമായിട്ടുള്ളൊരു ദേവതാശാപത്തെ അവിടെ കാണിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ശാപദോഷങ്ങൾ കണ്ടുപിടിച്ച് ആ ദോഷങ്ങൾ മാറ്റണം. മാറ്റിയ ശേഷമേ നമുക്ക് മറ്റ് പരിഹാരങ്ങൾ ചെയ്താൽ നടക്കുകയുള്ളൂ. നമുക്ക് ശനി പരിഹാരം നമ്മൾ ചെയ്യുന്നുണ്ട്, അഷ്ടമത്തിൽ ശനി വരുന്നത് ചെയ്യുന്നുണ്ട്, 7 ശനിക്ക് പരിഹാരം ചെയ്യുന്നുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നു. എൻ്റെ സുഹൃത്തുക്കളെ ആത്മാർത്ഥമായിട്ട് പറയൂ, എത്രത്തോളം ശരിയാവുന്നുണ്ട് ഈ പരിഹാരങ്ങളൊക്കെ? എനിക്ക് തോന്നുന്നത്, എനിക്ക് വളരെ കുറവായിട്ടാണ് തോന്നുന്നത് കേട്ടോ, എനിക്കറിയില്ല, എന്നാലും വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഈ പരിഹാരം നടക്കാത്തടത്ത് ഇനി ഇത്രത്തോളം അതിന് ഇത് കൊടുക്കുന്നത് വെച്ചാൽ, പരിഹാരം 100% നടക്കും. എപ്പം? ആ ജാതകത്തിലുള്ള മുൻജന്മ ദോഷങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കും. അപ്പോൾ മുൻജന്മ ദോഷങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അവിടെയാണ് വേദിക് അസ്ട്രോളജിയുടെ ഭാഗം വരുന്നത്. വേദിക് അസ്ട്രോളജി കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് 6 തരത്തിലുള്ള ദോഷങ്ങൾ വരാം, എല്ലാവർക്കും ഒന്നും വരാം. ഇതല്ലാതെ കാളസർപ്പദോഷം വരാം, അത് വേറെ ഇതേപ്പറ്റി കുറച്ചൊക്കെ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാളസർപ്പദോഷത്തിനെ പറ്റി വളരെ അത് യോഗമാണ്, ദോഷമുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ എന്തോ അൺഫോർച്ചുനേറ്റ്ലി ഈ 6 ദോഷങ്ങളെപ്പറ്റി വെളിയിലധികം പറയുന്നില്ല, രഹസ്യാത്മകമായിട്ട് വെച്ചിരിക്കുന്നതാണ്. പലർക്കും അറിയാത്തതല്ല, പലരും അത് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്, ഒരു ട്രേഡ് സീക്രട്ട് എന്ന് വെച്ചോ. അപ്പം ഈ 6 ദോഷങ്ങളും ഇപ്പം അതല്ലാതെ കാശി ജാതകം എന്ന് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. ചില ജാതകത്തിൽ ഈ ദോഷങ്ങളൊന്നും കാണത്തില്ല, എന്നാലും അവൻ എണീക്കില്ല, അവൻ ജീവിതം വന്നിട്ട് ഒരു വേസ്റ്റായിട്ട് തീരും. അപ്പം എന്താണ് അതിന് കാരണമെന്ന് വളരെ വളരെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആചാര്യന്മാർ, അതായത് റീസെൻ്റായിട്ട് 100 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ആചാര്യൻ, അദ്ദേഹം അതിൻ്റെ ഒരു എക്സ്പേർട്ടാണ്. അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിലില്ല. അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് ഒരു ജാതകത്തിൻ്റെ, അതായത് പഴയ ഗ്രന്ഥങ്ങളിൽ എവിടെയോ ഉണ്ടെന്നാണ് അവർ പറയുന്നത്, ഞാനത് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ടിരിക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്ന് കിട്ടിയ ഒരു വലിയ കാര്യം എന്താ അറിയാമോ? ഈ കാശി ജാതകം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടൊരു കണ്ടുപിടിക്കാനുള്ള ചില വിധങ്ങളൊക്കെ ഉണ്ട് വേദിക് അസ്ട്രോളജിയിൽ. അത് കണ്ടുപിടിച്ചിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള പരിഹാരങ്ങൾ, ഇപ്പോൾ കാശിയിൽ പോയി അത് എങ്ങനെ പരിഹാരം ചെയ്യണമെന്നും ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ചുമ്മാ കാശിയിൽ പോയി ഗംഗയിൽ കുളിച്ചാലൊന്നും പരിഹാരം ആകത്തില്ല സുഹൃത്തുക്കൾ. നമ്മൾ അടുത്ത കിണറ്റിൽ കുളിച്ചാലും മതി, അതല്ല ഇതിൻ്റെ പരിഹാരം.
പരിഹാരം ചെയ്യുന്നതിന് ഓരോന്നിനും ഓരോ രീതികളുണ്ട്. ആ രീതി മനസ്സിലാക്കി, ആ രീതി അറിയാവുന്ന ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് ആ രീതി മനസ്സിലാക്കി ആ നക്ഷത്രത്തിലോ ആ തിഥിയിലോ അവിടെ പോയി പരിഹാരം ചെയ്താലേ അത് ശരിയാവുള്ളൂ. അതിന് ദൈവം ശരിയില്ല, ദൈവം ഉണ്ട്, ദൈവം ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ചെയ്തന്മാർ ചെയ്താലേ കാര്യസാധ്യം നടക്കത്തുള്ളൂ. അതാണ് നമുക്ക് ഈ നടക്കുന്ന ഫെയിലിയേഴ്സ്, അതായത് ഈ നടക്കാത്തതിന് കാരണം അതാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ആചാര്യന്മാരെ കണ്ട് ഈ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഓരോ രാശിയുടെയും പിന്നെ അവരെ എങ്ങനെ ധനപരമായിട്ട് അവർക്ക് മുന്നേറാം, ന്യൂമറോളജി പ്രകാരം എങ്ങനെ മുന്നേറാം എന്ന് ജനറലായിട്ട് ഞാനൊരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇത് വന്നിട്ട് ജനറലായിട്ട് പറഞ്ഞാൽ തന്നെ 10-60% വർക്കാവും എപ്പം നമ്മൾ ദോഷങ്ങൾ മാറ്റിയ ശേഷം ഇത് ചെയ്താൽ. അല്ലാതെ ഇപ്പം തന്നെ നാളെ തന്നെ പോയി അത് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമില്ലെങ്കിൽ ഒരു 10-60% വർക്കാകും കേട്ടോ. അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ ജാതകത്തിനും ഉണ്ട്, അത് കണ്ടുപിടിക്കാനുള്ള വിധങ്ങളുമുണ്ട്. അങ്ങനെ ന്യൂമറോളജി പ്രകാരവും നമ്മൾ കണ്ടുപിടിച്ചാൽ ഏകദേശം ഒരു 70 മുതൽ 80% വരെ അത് വർക്കാവുന്നുണ്ട്. അത് ജനറലായിട്ട് നോക്കിയാൽ 40 മുതൽ 50% വർക്കാവുന്നുണ്ട്. പക്ഷെ പ്രൊവൈഡഡ് അവർ വന്നിട്ട് ഈ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷം നിവർത്തി ചെയ്ത ശേഷം ഇത് ചെയ്താൽ. അല്ലാതെ ചെയ്താൽ ചുമ്മാ ശരി ഇത് കേട്ടിട്ട് അങ്ങ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദോഷമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, 10-50% വർക്കാവും, ഇല്ലെങ്കിൽ അത് വർക്കാവില്ല. ഇതാദ്യം ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് നമുക്ക് മേടം രാശിയെ പറ്റി ഒന്ന് ചിന്തിക്കാം. മേടം രാശിക്കാർക്ക് ആ ദോഷങ്ങളെല്ലാം പരിഹാരങ്ങൾ ചെയ്ത ശേഷം ഒരു കോടീശ്വരൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പൈസ മാത്രമല്ല സുഹൃത്തുക്കളെ, എല്ലാ തരത്തിലും ഒരു കോടീശ്വരനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം മാത്രമല്ല അതിനുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മനസ്സന്തോഷം ഉണ്ടാകും. നല്ല നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ലെവലിൽ നിന്ന് കൂടുതൽ ഇൻകം കിട്ടാനുള്ള സോഴ്സസ് പ്രകൃതിയാൽ കാലപുരുഷൻ്റെ 1ാമത്തെ ഭാഗമാണ് മേടം എന്നുള്ളത്. ഈ മേടരാശി എന്ന് പറഞ്ഞാൽ ഒരു ഒരു തീയുടെ രാശിയാണ്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ മേടരാശി പ്രകാരം നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് പണം ന്യൂമറോളജി ഉപയോഗിച്ച് ഏത് നമ്പർ ഉപയോഗിച്ചാലാണ് കൂടുതൽ പൈസ കിട്ടുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് പൊതുവായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ എടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ഈ ലക്കി നമ്പേഴ്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരൂഢം വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് കുറച്ചുകൂടെ എഫക്റ്റീവായിരിക്കും. ജനറലായിട്ട് പറഞ്ഞതിനെക്കൂടെ കുറച്ചുകൂടെ ഒരു 10-20% കൂടുതൽ നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. ഇനി അപ്പോൾ ചോദിക്കും, ജാതകം ഇല്ലാത്തവരെങ്ങനെയാണെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും അതിനും ഒരു വഴിയുണ്ട്, പ്രശ്നമുറയുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ ജാമക്കോൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രശ്ന രീതിയുണ്ട്. ഇത് വന്നിട്ട് അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അധികം ബുദ്ധിമുട്ടുകളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ജാമഗ്രഹങ്ങളെ വെച്ച് കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ്. ഒരു ബ്ലേഡ് മാതിരി എന്ന് തന്നെ പറയാം. എന്താ കണ്ടാലും അത് ഏകദേശം സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇതിന്. നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഒരു കാര്യം ചോദിച്ചാൽ എന്താ നടക്കുമോ നടക്കത്തില്ലയോ, അഥവാ നടന്നില്ലെങ്കിൽ അതിന് എന്തായിരിക്കും കാരണം. ഇതൊക്കെ ഒരു നന്നായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രശ്ന രീതിയാണ് ജാമക്കോൽ. അപ്പോൾ ജാമക്കോൽ മൂലം നമ്മൾ പ്രശ്നമുറയിലൂടെ ഈ ഇതിൻ്റെ എന്താണ് നമ്മൾ ധനാരൂഢം, ആ ധനാരൂഢത്തിലൂടെ എങ്ങനെ പോയി നമുക്ക് ഈ ന്യൂമറോളജിക്കൽ നമ്പർ എടുക്കാം, അങ്ങനെ ഒരു വിധിയുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ജാതകം കറക്റ്റായിട്ട് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ദ ബെസ്റ്റ്. അപ്പം 3 രീതിയിൽ ഇത് ചെയ്യാം. ഞാനിപ്പം ജനറലായിട്ടുള്ള സബ്ജക്റ്റിലേക്ക് പോകാം. അതെല്ലാം നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ 10 രൂപയുടെയും 1 രൂപയുടെയും 2 രൂപയുടെയും ഒക്കെ നിറയെ നോട്ട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ പൈസ നമ്മളെ കയ്യിൽ വരും. അപ്പം നിങ്ങൾ ഒന്ന് നോക്കിക്കോണം. ഈ 651 അതെന്താണ് അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. 651 എന്നുള്ള ഒരു നമ്പറുള്ള നോട്ട്, അതായത് ലാസ്റ്റ് 3 ഡിജിറ്റാണ് ഞാൻ പറയുന്നത്. 6 ഡിജിറ്റ് കാണുമല്ലോ, അല്ല 651 ലാസ്റ്റ് 3 ഡിജിറ്റ് ഉള്ള നമ്പറുള്ള നോട്ട്സ് നിങ്ങൾ
കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതെടുത്ത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ആ നോട്ട് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുക. ഒന്ന് പോരാ, എത്രയും കിട്ടുന്നോ അത്രയും കളക്ട് ചെയ്യുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് നിങ്ങളുടെ കയ്യിൽ വരുന്നത് തന്നെ ഒരു ലക്കായിട്ടായിരിക്കും. അതിൻ്റെ പുറകെ ബാക്കി കാര്യങ്ങളൊക്കെ വരും, അത് കൊണ്ടുവരും, അത് അട്രാക്റ്റ് ചെയ്യും. അതാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കങ്ങനെ വരാൻ പറ്റുന്നത്? മേടരാശിക്ക് എന്താ ഈ 651 ഇത്ര പൊരുത്തമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജാതക രീതിയായിട്ട് നോക്കിയാൽ നമ്മുടെ 2ാം ഭാവം, 6ാം ഭാവം, 10ാം ഭാവം, ഈ 3 ഭാവങ്ങളാണ് നമുക്ക് വന്നിട്ട് പണത്തിനെ തരുന്നത്. പിന്നെ 8 ഉപയോഗിക്കാം, ചില സമയത്ത് 8 ഉപയോഗിക്കാം. പിന്നെ ജ്യോതിഷത്തിൽ തന്നെ വേറൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇതിനകത്ത്. 2, 6, 10 ആണോ, 2, 5, 8, 11 എന്ന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ന്യൂമറോളജിയിൽ കൂടുതൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ന്യൂമറോളജി വിഭാഗത്തിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് 2, 6, 10 എന്നുള്ളതാണ്. ഇത് നമ്മൾ വെസ്റ്റേൺ അസ്ട്രോളജിയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. ഇത് നമ്മൾ മാത്രം ഉപയോഗിക്കുന്നതല്ല. അതായത് മേടത്തിന് ഇടവം, കന്നി, മകരം, ഈ 3 രാശിയായിരിക്കും ധനം കൊണ്ടിരുന്ന രാശികൾ. മനസ്സിലായില്ലേ? അപ്പം ഇത് 3 എന്താണെന്ന് ഈ 3 എണ്ണമാണ്. അപ്പം ഇടവത്തിൻ്റെ അധിപനാരാ? ശുക്രനാണ്. അപ്പം ശുക്രൻ്റെ നമ്പർ ഏതാണ് നമ്മൾ ആദ്യം നോക്കും. ന്യൂമറോളജി പ്രകാരം 6 ശുക്രൻ്റെ നമ്പർ. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? കന്നി രാശിയാണ്. കന്നിയുടെ നമ്പർ എത്രയാണെന്ന് അറിയാമോ? അതായത് ബുധനാണ്. ബുധൻ്റെ നമ്പർ എന്ന് പറയുന്നത് ന്യൂമറോളജി പ്രകാരം 5. പിന്നെ മകരത്തിൻ്റെ അധിപതി ആരാ? ശനിയാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ശനി മേടത്തിൻ്റെ ബാധകാധിപതിയാണ്. ബാധകാധിപതി, മാരകാധിപതി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ശനി പിന്നെ മേടത്തിൻ്റെ ബാധകാധിപതി ആയതുകൊണ്ട് നമുക്കതിനെ അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരം പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ്, ബാധകാധിപതിക്ക് ഓപ്പോസിറ്റായിട്ട് വർക്കുന്ന ആരാ? ശനിക്ക് ഓപ്പോസിറ്റായിട്ട് എപ്പോഴും വർക്കാകുന്നത് സൂര്യനായിരിക്കും. അപ്പം നമുക്ക് സൂര്യനെ എടുക്കാം. അപ്പം അതിൻ്റെ ന്യൂമറോളജി നമ്പർ എത്ര? 1. അപ്പം 651 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ്റെയും ബുധൻ്റെയും സൂര്യൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഈ നമ്പർ നിങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചോടുക. ഈ 3 രാശിയും വന്നിട്ട് എന്താണ്? പിന്നെ നിലരാശി എന്ന് പറഞ്ഞാൽ മൺരാശിയാണ്. പഞ്ചഭൂതങ്ങളിലെ ഓരോ രാശിക്കും ഓരോ സ്വഭാവങ്ങളുണ്ട്. അതുപ്രകാരം ഈ 3 രാശിയും വന്നിട്ട് നിലത്തിൻ്റെ രാശികളാണ്, മണ്ണിൻ്റെ രാശിയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം എന്നാൽ നമുക്കതിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇതാണ് തന്ത്രം എന്ന് പറയുന്നത്. തന്ത്രം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ആ രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ മാറ്റുക എന്നുള്ളതാണ് ഈ തന്ത്രത്തിൻ്റെ പ്രത്യേകത. നമുക്ക് ഈ നിലത്തിൻ്റെ മണ്ണിൻ്റെ എന്താണ് ഈ 3ൻ്റെയും കുറിച്ച് 3 രാശിയെ നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊതുതത്വമായിട്ടുള്ള പഞ്ചഭൂത തത്വമായിട്ടുള്ള മണ്ണിൻ്റെ ഒരു, അതായത് മണ്ണ് കൊണ്ടുള്ള ഒരു പിന്നെ പൈസ ആയിട്ട് വയ്ക്കുന്നില്ലേ, കുടുക്കാന്നൊക്കെ പണ്ടൊക്കെ ഉപയോഗിക്കുക. കുടുക്കാന്ന് പറയും. നമ്മൾ ആ മൺകൊണ്ടുണ്ടാക്കിയത് വാങ്ങിക്കുക, അല്ലെ ആ മണ്ണ് വെച്ചിട്ടുള്ള കിട്ടും. നമുക്ക് ഉത്സവ സ്ഥലങ്ങളിലൊക്കെ പോയാൽ കാണാം, മണ്ണ് കൊണ്ടുണ്ടാക്കിയത് കാണാം. കാണിക്ക വഞ്ചി ഇതൊക്കെ പറയുന്നത് ചെറിയ പിന്നെ മൺകുടുക്ക വാങ്ങിക്കുക. എന്നിട്ട് അതിലാദ്യം നമ്മൾ വന്നിട്ട് ഈ 651 എന്ന് പറയുന്ന നമ്പറുള്ള പൈസ ആദ്യം ഇടുക. എന്ന് പറഞ്ഞാൽ നോട്ട് അതിൽ ആദ്യം ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര പൈസ വേണം, എത്ര രൂപ വേണമെങ്കിൽ അതിൽ ഉപയോഗിക്കാം. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഈ കൺസെപ്റ്റ് വെച്ചിട്ട് എപ്പോൾ ഇടണമെന്നൊരു കാര്യമുണ്ട്. ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ഈ 3 അതായത് ബുധനോ ശുക്രനോ സൂര്യനോ ഈ ഹോരകളിൽ ഉപയോഗിക്കാം. ഹോര പിന്നെ എപ്പോഴും ജ്യോതിഷത്തിൽ വളരെ ശക്തിയുള്ള കാര്യമാണ്. അപ്പോൾ ബുധഹോര എപ്പോഴായിരിക്കും? നമുക്ക് ഇത് ഹോര പിന്നെ പഞ്ചാംഗത്തിൽ നോക്കിയാൽ തന്നെ അറിയാം. ബുധൻ ഹോര വന്നിട്ട് പിന്നെ ബുധനാഴ്ച രാവിലെ 1 മണിക്കൂർ ബുധഹോര ഉണ്ടാവും. ചില ദിവസങ്ങൾ 2 പ്രാവശ്യം ഈ ഹോര വരും, ഒരേ ഹോര വരും. അതുപോലെ 3 ഗ്രഹങ്ങൾ, അപ്പോൾ ശുക്രൻ്റെയും ബുധൻ്റെയും പിന്നെ സൂര്യൻ്റെയും ഹോര വരുന്ന സമയത്ത് അന്നത്തെ ദിവസം ആഴ്ചയും കൂടെ അതാണെങ്കിൽ, അതായത് ബുധനാഴ്ച ബുധഹോര വരികയാണെങ്കിൽ ദ ബെസ്റ്റ്. ഞായറാഴ്ച പിന്നെ സൂര്യഹോര എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ നോക്കി നിങ്ങൾ ഈ പിന്നെ അടുത്ത നോട്ട് അതിനകത്തിട്ട് തുടങ്ങുകയാണെങ്കിൽ 100% നമുക്ക് ഒരു ടോട്ടൽ റിസൾട്ടിൻ്റെ ഒരു 40 മുതൽ 50% തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് കിട്ടും.
മനസ്സിലായോ? ഇതാണ് ഒരു രഹസ്യമെന്ന് ഞാൻ പറഞ്ഞത്. ശരിയാ? പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? നിലരാശിയല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മേടത്തിന് വന്നിട്ട് 3 രാശികൾ നിലരാശിയാണെന്ന്. അപ്പം നിങ്ങൾക്ക് അടിപ്രദക്ഷിണം എന്ന് പറയും. അടിപ്രദക്ഷിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് ചെരുപ്പില്ലാതെ ഭഗവാനെ വന്നിട്ട് ചുറ്റുക. അത് 11 പ്രാവശ്യം ചുറ്റുന്നതോ 3 പ്രാവശ്യം ചുറ്റുന്നതുകൊണ്ട് 1 പ്രാവശ്യം ചുറ്റുന്നുണ്ട്. ഓരോ അമ്പലത്തിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന, അതായത് അവിടുത്തെ മൂർത്തിയെ സങ്കല്പിച്ചുകൊണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള അതിനും ന്യൂമറോളജി പ്രകാരം ചെയ്യാൻ പറ്റും. ന്യൂമറോളജി എല്ലായിടത്തിലും ഉപയോഗിക്കാം. നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് പ്രകാരം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ്, ഗണപതി എന്ന് പറയുന്നത് കേതുവിൻ്റെ രാശിയാണ് അല്ലേ, കേതുവിൻ്റെ ദേവനാണ്. അപ്പം കേതു കൊണ്ടൊരു ദോഷം, ഒരു പർട്ടിക്കുലർ ഗ്രഹത്തിന് കേതുവിൻ്റെ ഒരു ദോഷം വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ രാശി ഒരു ദോഷം വന്നിരിക്കുകയാണ്. അപ്പോൾ ഗുരുവിനെ കേതു എഫക്റ്റ് ചെയ്തിരിക്കുകയെന്ന് വെച്ചു. കേതുവാണ് ജാതകത്തിലെ ജ്യോതിഷത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഗ്രഹം. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 3 പ്രാവശ്യം, അതാണ് ഗുരുവിൻ്റെ നമ്പർ, 3 പ്രാവശ്യം ചുറ്റുക. വലത്തോട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. അതിനുശേഷം 7 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ചുറ്റുക. ഇതെന്താണ് 7 ശതമാനം ആൻറ്റി ക്ലോക്ക് വൈസ് ചുറ്റുന്നത് വെച്ചാൽ, നമ്മുടെ കേതു എന്ന് പറയുന്നത് ഓപ്പോസിറ്റായിട്ട് ചുറ്റുന്ന ഒരു ഗ്രഹമാണ്, ഒരു നിഴൽ ഗ്രഹമാണ്. ഓപ്പോസിറ്റായിട്ടാണ് ചുറ്റുന്നത്. അപ്പം നമ്മൾ ആ 3നെ 7 വെച്ച് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചുറ്റിക്കഴിഞ്ഞാൽ ഈ കേതുവിന് ഒരു പരിഹാരമാകും. അപ്പോൾ ആരെയൊക്കെ ചുറ്റണം? ഗണപതിയാണ് കേതു, ഓഫ് കോഴ്സ് ഗണപതിയാണ് കേതു. അപ്പം ഗണപതിയെ ചുറ്റണം. എപ്പോൾ ചുറ്റണം? വ്യാഴത്തിൻ്റെ പരിഹാരത്തിന് നമ്മൾ പോകുന്നത് ഒന്നീ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലോ അല്ലെങ്കിൽ വ്യാഴഹോരയിലോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ നമുക്ക് ചെയ്യാം. ഇങ്ങനെയാണ് പരിഹാരങ്ങൾ എടുക്കേണ്ടത്, ന്യൂമറോളജി പ്രകാരമുള്ള പരിഹാരങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിതിവിടെ ചുരുക്കുകയാണ്. നാളെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടവരാശിയെ പറ്റി പറയും. ദയവേത് എല്ലാവരും ഇത് മനസ്സിലാക്കുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ജാതകത്തിൻ്റെ എന്തെങ്കിലും കൺസൾട്ടൻസി ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് അയയ്ക്കുക. കോളുകൾ കഴിയുന്നത് ഒഴിവാക്കുക. കാരണം നമ്മളിപ്പോൾ ഓരോരുത്തരും ഓരോ പ്രശ്നം കൊണ്ട് വന്ന് അവരുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്തൊരു കോൾ വന്നാൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും, എനിക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, മറ്റേ ക്ലയൻസിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, കഴിയുന്നത് കോൾ ഒഴിവാക്കിയിട്ട് നിങ്ങളൊരു മെസ്സേജ് അയയ്ക്കുക. എൻ്റെ സമയം അനുസരിച്ച് ഞാനതിന് മറുപടി തരുന്നതാണ്. എന്നാൽ ഞാനിതിവിടെ ചുരുക്കുകയാണ്. നമസ്കാരം.